നമഃശിവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമുക്ക് രാമായണ സന്ദേശം കേൾക്കാം. ദുഃഖപൂർണമെന്ന് നമുക്ക് തോന്നുന്ന ജീവിത സാഹചര്യങ്ങൾ പോലും യഥാർത്ഥത്തിൽ നമ്മുടെ നന്മയ്ക്കു വേണ്ടിയായിരിക്കാം. രാമന്റെ വനവാസം ഈ രഹസ്യം വെളിപ്പെടുത്തുന്നു. രാമൻ കാട്ടിലേക്ക് പോയപ്പോൾ കൗസല്യയും ദശരഥനും ദുഃഖം കൊണ്ട് തളർന്നു. അയോധ്യാവാസികളെ മുഴുവൻ ദുഃഖം ഗ്രസിച്ചു. എന്നാൽ ദേവന്മാരും വനത്തിൽ താമസിക്കുന്ന താപസന്മാരും മുനിമാരും അതിൽ സന്തോഷിക്കുകയാണ് ചെയ്തത്. കാരണം രാമന്റെ വനവാസം വലിയ നന്മകൾക്ക് കാരണമാകുമെന്ന് അവർക്കറിയാമായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും സ്ഥിതിയും പലപ്പോഴും ഇതുപോലെയാണ്. വളരെ പരിമിതമായ കാഴ്ചയാണ് ഇന്ന് നമുക്കുള്ളത്. ജന്മാന്തരങ്ങളിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ എന്തെന്നോ ഭാവിയിൽ വരാൻ പോകുന്നത് എന്തെന്നോ നമുക്കറിയില്ല. വർത്തമാന നിമിഷത്തിലെ തുച്ഛമായ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇത് നല്ലത്, ഇത് ചീത്ത എന്ന് നമ്മൾ സങ്കല്പിക്കുന്നത്. എന്നാൽ യാഥാർത്ഥ്യം നമ്മൾ സങ്കല്പിക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കും. നമ്മുടെ കാഴ്ചപ്പാട് മാറിയാൽ, മനോഭാവം മാറിയാൽ നമ്മുടെ ദുഃഖം ദുഃഖമല്ലാതായി തീരും. അത് അനുഗ്രഹമായി അനുഭവപ്പെടും. അതുകൊണ്ടാണ് ജീവിതത്തിലെ എല്ലാറ്റിനോടും ഒരു സമഭാവം, എല്ലാം സ്വീകരിക്കുന്ന ഒരു ഭാവം നമുക്ക് വേണമെന്ന് ഗുരുക്കന്മാർ ഉപദേശിക്കുന്നത്. ഇതിനർത്ഥം സന്തോഷിക്കരുതെന്നോ എപ്പോഴും നിർവികാരമായിരിക്കണമെന്നോ അല്ല, മറിച്ച് എല്ലാറ്റിലും നന്മയും ഈശ്വരാനുഗ്രഹവും ദർശിക്കുക, എല്ലാറ്റിനെയും ഈശ്വരപ്രസാദമായി സ്വീകരിക്കുക എന്നതാണ്. രാമനും സീതയും തങ്ങളുടെ ജീവിതത്തിലൂടെ അതാണ് കാട്ടിത്തരുന്നത്. വാസ്തവത്തിൽ അമിതമായ ഞാൻ ഭാവവും സ്വാർത്ഥഭാവവുമാണ് നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. അതിനു മീതെ ധർമ്മത്തെ പ്രതിഷ്ഠിക്കുകയാണ് രാമൻ ചെയ്തത്. നമ്മുടെ കർത്തവ്യവും അതുതന്നെ. ഇത് തന്നെയാണ് ആധ്യാത്മികതയുടെ കാതൽ. നന്മയുള്ള കഥകൾക്കും ഉപദേശങ്ങൾക്കും ഒരു പ്രത്യേക ശക്തിയുണ്ട്. അവ നൽകുന്ന പാഠങ്ങൾ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ പ്രത്യേകിച്ച് ശ്രമിച്ചില്ലെങ്കിൽ പോലും നിരന്തരമായ ശ്രവണത്തിലൂടെ അത് നമ്മുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങും, മനസ്സിലും സംസ്കാരത്തിലും ഇഴുകിച്ചേരും, നമ്മളെ ശുദ്ധീകരിക്കും, ജീവിതത്തെ പരിവർത്തനപ്പെടുത്തും. അതിനാൽ രാമായണം പോലുള്ള ഉത്തമ ഗ്രന്ഥങ്ങൾ നമ്മൾ വായിക്കുകയും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. ഹരി ഓം നമഃ ശിവായ.